സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ഉപമകളെ പറ്റിയാണ്. എന്താണ് ഈ ഉപമകൾ? നമ്മൾ പലപ്പോഴും ഇത് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ചെറുപ്പമായിരുന്നപ്പോഴും പലപ്പോഴും എന്നോട് പറയാറുണ്ടായിരുന്നു, നീ കാക്കയെ പോലെ കറുത്താണ്. അല്ലെങ്കിൽ ചിലരെ പറ്റി പറയാറില്ലേ, അവൻ മഞ്ഞ് പോലെ അല്ലെങ്കിൽ പാല് പോലെ വെളുത്തതാണ് എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ അതിനാണ് എന്ത് പറയുന്നത്, ഉപമകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഉപമകൾക്ക് ഇംഗ്ലീഷിൽ സിമിലി എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, അതിന് സിമിലി എന്നാണ് പറയുന്നത് ഉപമയ്ക്ക്. അപ്പോൾ ഉപമകൾക്ക് എന്ത് പറയും, സിമിലീസ് എന്ന് പറയും. ഇപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് ഇത് സാധാരണ നമ്മൾ റിപ്രസെന്റ് ചെയ്യുന്നത് ആസ് ഡാഷ് ആസ് എന്ന് പറഞ്ഞാൽ പോലെയാണ് ഇരിക്കുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞതുപോലെ തന്നെ എന്താണ്, പാല് പോലെ വെളുത്ത് അല്ലെങ്കിൽ കാക്കയെ പോലെ കറുത്ത് എന്നൊക്കെ പറയാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കുന്നത്, എന്താണ്, സിമിലിയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇതിന്റെ ചില ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കാം. ആദ്യമായിട്ട് ആസ് വൈറ്റ് ആസ് സ്നോ എന്ന് പറഞ്ഞാൽ മഞ്ഞു പോലെ വെളുത്തത്. ഹി ഈസ് ആസ് വൈറ്റ് ആസ് സ്നോ എന്ന് പറഞ്ഞാൽ അവൻ മഞ്ഞു പോലെ വെളുത്താണെന്നാണ് എൻ്റെ അർത്ഥം. ഇനിയിപ്പോഴ കാക്കയെ പോലെ കറുത്താണെന്ന് എങ്ങനെയാണ് പറയുന്നത്, ആസ് ബ്ലാക്ക് ആസ് കോൾ. ശ്രദ്ധിക്കുക, കോൾ എന്ന് പറഞ്ഞാൽ കൽക്കരിയാണ്. അപ്പോൾ കൽക്കരി പോലെ കറുത്ത് അല്ലേ എന്ന്. ഹി ഈസ് ആസ് ബ്ലാക്ക് ആസ് കോൾ എന്ന് നമുക്ക് പറയാം. ഇനി അവൻ ഭയങ്കര ബിസിയാണ് എന്നങ്ങനെയാണ് പറയുന്നത്, ആസ് ബിസി ആസ് ആൻ ആൻഡ്. ആൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഉറുമ്പ്. ഉറുമ്പിനെ പോലെ. അപ്പോൾ ഉറുമ്പാണ് ഏറ്റവും ബിസി ആയിട്ടില്ല. നമ്മൾ ഉറുമ്പ് ഇരിക്കും നമ്മൾ കണ്ടിട്ടില്ല. ഉറുമ്പ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, ഉറുമ്പ് എപ്പോഴും പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത് ആസ് ബിസി ആസ് ആൻ ആൻഡ് എന്ന് പറയുന്നത്. ഇനി നല്ല പച്ചയായിട്ടുള്ളത് എന്നെങ്ങനെയാണ് പറയുന്നത്, ആസ് ഗ്രീൻ ആസ് ഗ്രാസ് എന്ന് പറഞ്ഞാൽ പുല്ലിനെ പോലെ പച്ചയായിട്ടുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി വളരെ വെയിറ്റ് കുറഞ്ഞ, ഒട്ടും വെയിറ്റ് ഇല്ലാത്ത എന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, ആസ് ലൈറ്റ് ആസ് ഫെദർ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോഴ് ഒരു ഒരു സാധനം ഒരു വെയിറ്റ് എടുത്തിട്ട് ഒരാളിലേക്ക് കൊടുത്ത് അയാൾ പറഞ്ഞു, ഓ ഭയങ്കര ഹെവിയാണ്, ഇറ്റ്സ് ടു ഹെവി. നമ്മൾ പറയാം, അതുപോലെയല്ല, ഒട്ടും വെയിറ്റ് ഇല്ല, ഇറ്റ് ഈസ് ആസ് ലൈറ്റ് ആസ് ഫെദർ എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇനി ഇപ്പോഴ് ശവക്കല്ലറ പോലെ നിശബ്ദമായ എന്ന് പറഞ്ഞാൽ വളരെ നിശബ്ദമായ. അപ്പോഴ് എന്താണ് എന്താണ് പറയുന്നത്, ആസ് സൈലന്റ് ആസ് ഗ്രേവ് എന്നാണ് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, അവർ ലൈബ്രറി ഈസ് ആസ് സൈലന്റ് ആസ് ഗ്രേവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞങ്ങളുടെ ലൈബ്രറി ശവക്കല്ലറ പോലെ നിശബ്ദമാണ്, ഒരു യാതൊരു സൗണ്ടും ഇല്ലെന്നാണ് പറയുന്നത്. അടുത്താണ് ആമയെ പോലെ പതിയെ എന്നെങ്ങനെ പറയാം, അതിനാണ് പറഞ്ഞത് ആസ് സ്ലോ ആസ് ടോർട്ടോയ്സ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇത് ടോർട്ടിസ് നല്ല പഠിച്ചിട്ടുള്ളത്, നമ്മൾ ഇത് പഠിച്ചിട്ടുള്ളത് ടോർട്ടോയ്സ് എന്നാണ് അല്ലെ. അപ്പോൾ ശ്രദ്ധിക്കുക, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പ്രൊനൗൺസിയേഷൻ ടോർട്ടിസ് എന്നാണ്. ഓക്കെ, നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ടോർട്ടിസ്, ഒന്നുകൂടെ, ടോർട്ടിസ്. ഓക്കെ, അതാണ് ആമയുടെ പേര്. ഓക്കെ, ഇനിയിപ്പോഴേ നമ്മൾ പറയാണ്, ഓ തേനെ പോലെ മധുരമുള്ള എന്നെങ്ങനെ പറയാം, ആ സ്വീറ്റ് ആസ് ഹണി. ഓക്കെ, ഇപ്പോഴേ നമുക്ക് എന്തെങ്കിലും ഇപ്പോഴും ഒരു ചായ എടുത്തു തന്നു, അതിന് ഭയങ്കര മധുരമാണ്, ഇറ്റ് ഈസ് ആ സ്വീറ്റ് ആസ് ഹണി എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഒരാളെ പറ്റി, ഒരു വ്യക്തിയെ പറ്റി, ഹി ഈസ് ആ സ്വീറ്റ് ആസ് ഹണി എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇനി ഭയങ്കര നല്ല വിവേകമുള്ള, ബുദ്ധിയുള്ള, അപ്പോഴേ ആസ് വൈസ് ആസ് സോളമൻ. ഓക്കെ, സോളമൻ എന്ന് പറയുന്നത് ബൈബിളിൻ്റെ അകത്തുള്ള രാജാവിന്റെ പേരാണ് സോളമൻ. അപ്പോൾ സോളമനെ പറ്റി പറയുന്നത് ലോകത്തിലെ ഏറ്റവും ബുദ്ധി ഉണ്ടായിരുന്ന ആളാണ് സോളമൻ എന്നാണ് പറയുന്നത്. അപ്പോഴേ വൈസ് എന്ന് പറഞ്ഞാൽ ജ്ഞാനം അല്ലെ, ജ്ഞാനം എന്ന് പറഞ്ഞാൽ ബുദ്ധിയും കാര്യങ്ങളും എല്ലാം തിരിച്ചറിയാനുള്ള, അതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോഴേ ആസ് വൈസ് ആസ് സോളമൻ. ഓക്കെ, അപ്പോഴേ മുസ്ലിം സഹോദരങ്ങളുടെ ഖുറാന്റെ അകത്താണെങ്കിൽ അതിന് സലേമോൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കും. അടുത്ത് ഇനി ഇപ്പോഴേ ഇരുമ്പിനെ പോലെ കട്ടിയുള്ള എന്നെങ്ങനെ പറയും, ആസ് ഹാർഡ് ആസ് അയൺ. ഓക്കെ, ഇത് ഐറൺ അല്ല, അയൺ. അയൺ. ഓക്കെ, അയൺ. ശ്രദ്ധിക്കുക, അയൺ. ഇനി ഇപ്പോഴ് വീണ്ടും വരുന്നതാണ്, ബൈബിളിൻ്റെ അകത്ത് തന്നെ വരുന്നൊരു കഥാപാത്രമാണ് ജോബ്. അപ്പോഴ് ജോബ് വളരെ ക്ഷമയുള്ള ആളായിരുന്നു. ബൈബിളിൻ്റെ അകത്ത് ഒരു ഭാഗത്ത് പറയുന്ന ഒരു വ്യക്തിയാണ് ജോബ്. ജോബിന് ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായി, എങ്കിൽ പോലും അദ്ദേഹം വളരെ ക്ഷമയുള്ള ഒരാളായിരുന്നു, ദൈവത്തിൽ വിശ്വസിച്ച ഒരാളായിരുന്നു. അപ്പോഴ് അതിന് അങ്ങനെയാണ് പറഞ്ഞത് ആസ് പേഷ്യന്റ് ആസ് ജോബ്. അപ്പോഴ് അവിടെ നിന്നാണ് അത് വന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഒരാൾ വളരെ ക്ഷമയുള്ള ഒരാളാണെന്ന് എങ്ങനെ പറയും, ഹി ഈസ് ആസ് പേഷ്യന്റ് ആസ് ജോബ് എന്നാണ് അതിന് പറയുന്നത്.
ഇനിയിപ്പോഴ് ആനയെ പോലെ വലിയ എന്ന് പറഞ്ഞാൽ വളരെ വലുതെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ആനയെ പോലെ എന്ന് പറഞ്ഞാൽ വളരെ വലുതെന്നുള്ളതാണ്. അതിന് നമ്മൾ എന്നാ പറയുന്നത്, ആസ് ബിഗ് ആസ് ആൻ എലിഫന്റ്. ഓക്കെ, അപ്പോഴ് വളരെ വലിയ എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഇനിയിപ്പോഴ് സിംഹത്തെ പോലെ എന്താണ് ധൈര്യമുള്ള എന്നെങ്ങനെയാണ് പറയുന്നത്, ആസ് ബ്രേവ് ആസ് ലയൺ. ഓക്കെ, വളരെ ധൈര്യമുള്ള ഒരാളെ പറ്റി നമ്മൾ പറയുന്നത് ഹീസ് ആസ് ബ്രേവ് ആസ് ലയൺ. ഓക്കെ, ഇനി വളരെ ശുദ്ധമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ വെട്ടിത്തിളങ്ങുന്ന ശുദ്ധമായിട്ടുള്ള എന്നങ്ങനെ പറഞ്ഞാൽ ആസ് ക്ലിയർ ആസ് ക്രിസ്റ്റൽ. ഓക്കെ, ക്രിസ്റ്റൽ നമുക്കറിയാം അല്ലേ, ആസ് ക്ലിയർ ആസ് ക്രിസ്റ്റൽ. ഇനിയിപ്പോഴ് സൂത്രശാലി, അവൻ വളരെ സൂത്രശാലിയാണ് എന്നങ്ങനെ പറയും. സാധാരണ നെഗറ്റീവ് മീനിങ് ആണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സൂത്രശാലി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ, മറ്റുള്ളവരെ കബളിപ്പിക്കുക എന്നൊക്കെയാണ് എൻ്റെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആസ് കണ്ണിങ് ആസ് എ ഫോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹീസ് ആസ് കണ്ണിങ് ആസ് എ ഫോക്സ് എന്ന് പറഞ്ഞാൽ അവൻ കുറുക്കനെ പോലെ കൗശലക്കാരനാണ് എന്നാണ് പറയുന്നത്. ഇനിയിപ്പോഴ് വളരെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതിന് ആസ് ഫിറ്റ് ആസ് ഫിഡിൽ. ഓക്കെ, ഹീസ് ആസ് ഫിറ്റ് ആസ് ഫിഡിൽ. ഇനി ഫിഡിലിൽ നിന്ന് തന്നെ ചോദിക്കുകയാണെങ്കിൽ അത് വയലിനാണ് സാധാരണ ഫിഡിൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ കമ്പിയുള്ള ഉപകരണങ്ങളുണ്ടല്ലോ, സംഗീത ഉപകരണങ്ങൾ, അതാണ് ഫിഡിൽ. ഇനി വളരെ പഴക്കമുള്ള എന്നെങ്ങനെ പറയും, ആസ് ഓൾഡ് ആസ് ദ ഹിൽസ്. അപ്പോഴ് ഒരു ലൈബ്രറിയെ പറ്റി പറയുന്നത് ദിസ് ലൈബ്രറി ഈസ് ആസ് ഓൾഡ് ആസ് ദ ഹിൽസ് എന്ന് പറഞ്ഞാൽ എന്തൊരു വളരെ പഴക്കമുള്ള ഒരു ലൈബ്രറിയാണ് എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ കുറഞ്ഞ് 5 പേർക്ക് നിങ്ങളുടെ വാട്സാപ്പിൽ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.